അഷ്കേട്ട, അധ്യാപികമാർ തന്നെ ലഹരി സംഘത്തിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന വാർത്തയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാകേണ്ടത് അധ്യാപകരാണ്. അല്ലെങ്കിൽ കൊച്ചു കുട്ടി മുതൽ നമ്മൾ കണ്ടുപഠിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു റോൾ മോഡലൊക്കെ ചിലപ്പോൾ അധ്യാപികമാരായിരിക്കാം. അപ്പോൾ അധ്യാപികമാരിലെ ഇന്ന് വന്ന വാർത്തകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരം പ്രവണതകൾ കുട്ടികളിൽ വളരെ ആഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോട്ട് വിടാനുള്ള ആ ഒരു ഭയത്തെ കൂടി ചൂണ്ടിക്കാട്ടുന്നതാണല്ലേ? ഇതുപോലെ ഒന്നോ രണ്ടോ അധ്യാപകർ ഇതുപോലെ ലഹരി സംഘത്തിന് കണ്ണികളായി അല്ലെങ്കിൽ ഇടനിലക്കാരായി എന്ന് പറഞ്ഞ് എല്ലാ അധ്യാപകരെയും ആ ഒരു നുഖത്തിൽ ചേർക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, നമ്മുടെ ഈ തൂഫാൻ ഒരു വശത്തുകൂടി ലഹരി മാഫിയക്കെതിരെ പിടിമുറുക്കുമ്പോൾ അല്ലെങ്കിൽ തുരത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ വലിയ പൊസിഷനിലുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഉള്ള തസ്തികയിലുള്ള അധ്യാപകർ തന്നെ, പ്രത്യേകിച്ചും വനിതകൾ, അതുപോലെ യുവതികൾ തന്നെ ഇതുപോലെ ഈ ഒരു യുവതികളെ തന്നെ മയക്കുമരുന്ന് മാഫിയ അവരുടെ ഈ കണ്ണികളാക്കി മാറ്റുന്ന ഏറ്റവും സമൂഹത്തിന് ആഘാതമാകുന്ന അല്ലെങ്കിൽ അപകടകരമാകുന്ന ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഇപ്പം നമ്മുടെ കോഴിക്കോട് വടകര BRCയിലെ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരാണ്, താൽക്കാലിക അധ്യാപകരാണ്. ഇവരുടെ ഇന്ന് പിടിയിലായ കാവ്യ എന്ന അധ്യാപികയുടെ സുഹൃത്തായ കീർത്തനെ ഇതിനു മുമ്പ് അറസ്റ്റിലായിരുന്നു. ഈ MDMA ലഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഓഫ് പിടികൂടിയ സഫ്വാൻ എന്നുള്ള യുവാവിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ അന്വേഷണ സംഘം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ സഫ്വാൻ്റെ കയ്യിൽ നിന്നുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ കാശ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻ കാവ്യയുടെ അക്കൗണ്ടുമായി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡാൻസ് ഓഫ് ഒരു നിരീക്ഷണത്തിൽ വയ്ക്കുകയും കൂടാതെ ഇവർ പരിശോധിക്കുന്നതിനിടയിൽ ഇതുപോലെ MDMAയുടെ ആ ഒരു ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയാണ്. അതായത് ലഹരി ആവശ്യമുള്ളവർ കാവ്യയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലെ അധ്യാപികയ്ക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്നു. പൂർണ്ണമായും ക്യാഷ് അയച്ചു കഴിഞ്ഞ് ഇടനിലക്കാർക്ക് ആ ക്യാഷ് കൈമാറിയ ശേഷം ലഹരി എവിടെ എത്തും അല്ലെങ്കിൽ ഡ്രഗ്സ് എവിടെ എത്തും എന്നുള്ള സൂചന നൽകാൻ ഒരു ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. അതുവഴി അങ്ങോട്ട് ഇടനിലക്കാരൻ ഇതുപോലെ ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി. വളരെ അതായത് നമ്മുടെ ടെക്നിക്സ് എല്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായ രീതിയിൽ അല്ലെങ്കിൽ ആർക്കും പിടികൂടാനാവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇത്രയും കാലം ഈ ലഹരി കൈമാറ്റം ഇവർ നടത്തിക്കൊണ്ടുവന്നത്. ശരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അതായത് ഈ സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ബാഗ് വരെ പരിശോധിക്കേണ്ട ഒരു അവസ്ഥ. അതായത് ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ ഈ ലഹരി കടത്തുകാർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ ഉന്നം വയ്ക്കുന്നത് ഇതുപോലുള്ള ചെറിയ കുട്ടികളാണ്. ഈ ചെറിയ കുട്ടികളെ ഡ്രഗ് പെഡലേഴ്സ് ആക്കി സമൂഹത്തിലേക്ക് അങ്ങ് അഴിച്ചു വിടുകയാണ്. ഈ ഡ്രഗ്സ് കിട്ടാത്ത പക്ഷം ഇവർ കൂടുതൽ വയലൻ്റ് ആവുകയും ഇവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വയബോധം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവരെ ഈ ഒരു ഡ്രഗ്സിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു നല്ല രീതിയിൽ നല്ല മാതൃക പഠിപ്പിക്കേണ്ട ഈ അധ്യാപകയിൽ നിന്ന് ഇതുപോലെ ഈ ഒരു ലഹരി കേസിൽ പിടിച്ചു എന്നുള്ളത് ഏറ്റവും ആഘാതകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ആഷിഖേട്ടന് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സ്കൂൾ തുറക്കാനാകുമ്പോൾ ഉണ്ടായ ഒരു വാർത്തയായിരുന്നു. അതായത് സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് വൻ ലഹരി വേട്ട നടത്തി. അതായത് പണ്ട് സ്കൂൾ തുറക്കുമ്പോൾ വിപണിയിൽ മാർക്കറ്റിൽ കൂടുതലും കുടകളും ബാഗുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കച്ചവടക്കാർ റീസ്റ്റോർ ചെയ്യാറാണ്. ഇതിപ്പോൾ ലഹരിയാണ് റീസ്റ്റോർ ചെയ്യുന്നത് സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട്, അല്ലേ? അതെ, നമ്മുടെ സ്കൂളിന്റെ പരിധിയിൽ 200 മുതൽ 500 മീറ്റർ വരെ ചെറിയ പുകയില ലഹരികളുടെ ആ ഒരു വിപണനം വരെ നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വാനിറ്റി ഭാഗമായിട്ട് നടന്നു വരുന്ന ടീച്ചർമാരുടെ ബാഗിൽ ഇതുപോലെ MDMA അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ സമൂഹത്തിന് ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ ബാഗുമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന ഈ അധ്യാപകരെ ആരെങ്കിലും സംശയിക്കുമോ? അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കാലം വരെ
ഏതെങ്കിലും ഒരു ടീച്ചർമാരെ ഇവർ സംശയത്തോടെ നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്നപോലെ ഡ്രഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ അധ്യാപകരെയും ചെക്ക് ചെയ്യണം എന്ന രീതിയിലുള്ള സംശയം പോലും ഇത് ജനിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഇവരുടെ ഈ ഒരു ചെയ്തിയിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു അധ്യാപകരുടെ പ്രവൃത്തിയിലൂടെ മുഴുവൻ അധ്യാപകരെയും സംശയത്തിൻ്റെ നിഴലിലാക്കിയില്ലേ. ഇനിയിപ്പോൾ എന്ത് വിശ്വസിച്ചാണ് ഞങ്ങൾ സ്കൂളിലേക്ക് വിടേണ്ടത്, കുട്ടികളെ വിടേണ്ടതെന്ന് മാതാപിതാക്കൾ ചോദിച്ചാൽ ആ ഓരോ സ്കൂളുകളിലെ അധ്യാപകരുടെ വായടഞ്ഞു പോയില്ലേ. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഞങ്ങളുടെ കുട്ടികളെ അങ്ങനെ വഴി തെറ്റിക്കുമോ എന്ന രീതിയിലുള്ള ന്യായീകരണം നിരത്തിയാലും ഇതുപോലെ തന്നെയുള്ള സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചറെ തന്നെയല്ലേ ഇത്ര ലക്ഷം രൂപ ഒക്കെ മുടക്കി ലഹരിക്ക് വേണ്ടി ഇടനിലക്കാരിയായി നിന്ന്, നിങ്ങൾ നാളെ അതുപോലെ ചെയ്യില്ല, ഇപ്പോൾ കുറേ കാലം വരെ കുട്ടികൾ ലഹരിക്ക് അടിമകളാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് പറയുക, അല്ലെങ്കിൽ അവരെ തിരുത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മാതൃക കാണിക്കുമായിരുന്ന ഒരു അധ്യാപകർ ഇപ്പോൾ ആ ലഹരിയുടെ ആ ഒരു കണ്ണിയായി മാറിയെങ്കിൽ അത് ശരിക്കും അത് ഗൗരവതരമാണ്. കൂടാതെ ഇത് കുട്ടികളിലും ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കുന്നുണ്ട്. കാരണം താങ്കൾ ഇത്രയും നാളും വിശ്വസിച്ചു പോന്ന, അല്ലെങ്കിൽ താങ്കളുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഇങ്ങനെയാകുന്നു. കാരണം സ്കൂളുകളിലൊക്കെ ഇത്തരം ലഹരിക്കെതിരായ ബോധവൽക്കരണങ്ങളും അത്തരം ദിനങ്ങളും അത്തരം പരിപാടികളൊക്കെ ആചരിച്ചു പോകുക ഇപ്പോൾ സജീവമാണ്. കാരണം അത്രയേറെ ലഹരി സംഘങ്ങൾ നമ്മുടെ കുട്ടികളിലോട്ട് വലവിരിക്കാൻ നോക്കി നിൽക്കുകയാണ്. കാരണം അവരാണ് അടുത്ത ഭാവിയുടെ ഒരു വാഗ്ദാനം എന്നത്. കാരണം കുട്ടികളിൽ ഇതൊക്കെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ, അവർക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് അറിയില്ല. അവരുടെ കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇത്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കുട്ടികളിൽ താങ്കളുടെ അധ്യാപകർ തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്നറിയുമ്പോൾ അവർക്കും ഒരു മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയായിരിക്കും. ഈ അധ്യാപകർ മാത്രമല്ല ചോദിക്കുക, ഈ സമൂഹത്തിൻ്റെ പലവിധ നാനാതുറയിലുള്ള ഉന്നത പദവിയിലുള്ള, അല്ലെങ്കിൽ സോഷ്യലായിട്ട് ഉയർന്ന രീതിയിലുള്ള പല തസ്തികയിലുള്ള ആൾക്കാരും ഇതുപോലെ ലഹരി മാഫിയയുടെ ഒരു അംഗം തന്നെയാണ്, ഒരു അംഗമായിട്ട് മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ മുമ്പുള്ള വാർത്തകളിൽ നമ്മൾ തന്നെ വായിച്ചിട്ടുണ്ടല്ലോ, ഈ ടെൻഷൻ മാറാൻ, അല്ലെങ്കിൽ സ്ട്രെസ്സ് മാറാൻ, അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാൻ ഇതുപോലെ ഡോക്ടർമാർ, ട്രെയിനികളായ ഡോക്ടർമാർ, പരിശീലകരായ ഡോക്ടർമാർ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഓരോ സംഭവങ്ങളെല്ലാം അത് കഴിഞ്ഞാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെയും ജ്യോതികയുടെ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെയും മുന്നിലുള്ള ചോദ്യം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ഒരാളിൽ നിന്നാണ് ഇതുപോലെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഒരു ഷോക്കൊന്ന് ആലോചിച്ച് നോക്കണം. കൂടാതെ ഇപ്പോൾ ഇത്തരം വസ്തുക്കളൊക്കെ കിട്ടാൻ വളരെ എളുപ്പം എന്ന പോലെയാണ്. കാരണം പലരും പൈസ എളുപ്പം ഉണ്ടാക്കാൻ ഒരു സൈഡ് ബിസിനസ് പോലെയൊക്കെ ഇത് കൊണ്ടുപോകുന്നത് വളരെ വളരെ വ്യാപകമാണ്. നമ്മളത് അറിയുന്നില്ലെങ്കിലും നമ്മൾ അടുത്തുള്ളവർ അത് രഹസ്യമായി ചെയ്യുന്നുണ്ടാകാം അല്ലേ. ഉപയോഗത്തെക്കാൾ ഉപരി സാമ്പത്തിക നേട്ടം, അതാണ് ഇതുപോലുള്ള ഇടനിലക്കാരുടെ ഏറ്റവും വലിയ ഉന്നം. അതായത് ഏറ്റവും ചുരുങ്ങിയ ശമ്പളമുള്ള ഈ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അവസാനം എത്തിപ്പെടുന്ന ഇതുപോലെയുള്ള ഓരോ ലഹരി കടത്ത് സംഘങ്ങളുടെയോ അല്ലെങ്കിൽ ഇടനിലക്കാരായിട്ടാണ്. അവസാനം അവരുടെ ആ ഒരു പിടിക്കപ്പെടുമ്പോൾ അവരുടെ മുഴുവൻ ലൈഫും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത്ര നാളും കെട്ടിപ്പടുത്ത കരിയറും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ ക്യാരക്ടർ വരെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്.